ഹലോ ഗൈസ്, പാസ്പോർട്ട് എന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അതുപോലെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റായി അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഓൾറെഡി ഇമേജായും PDF ഫയലായും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യം വരുമ്പോൾ അത് അപ്ലോഡ് ചെയ്യുവാനും പ്രിൻ്റ് ഔട്ട് എടുക്കുവാനും വളരെയധികം എളുപ്പമായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ് ഒരു സിംഗിൾ ഫയലാക്കി ഇമേജായും PDF ഫയലായും നമ്മളുടെ മൊബൈലിൽ എങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും എന്നാണ് വിവരിക്കുന്നത്. അപ്പോൾ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് വളരെയധികം ടെക്നോളജിക്കൽ നോളജ് ഒന്നും ആവശ്യമില്ല. ഇതിനായി നമുക്ക് രണ്ട് സ്മോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫോട്ടോ കമ്പൈനർ അല്ലെങ്കിൽ ഇമേജ് കമ്പൈനർ എന്ന് പറഞ്ഞ് 8.3 MB വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ JPG to PDF കൺവേർട്ടർ, ഒരു 6.5 MB വരുന്ന ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് ഗൂഗിൾ പ്ലേയിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത് അതിൻ്റെ ഫസ്റ്റ് പേജ്, അതായത് നിങ്ങളുടെ ഫോട്ടോ വരുന്ന പേജും പിന്നെ ലാസ്റ്റ് പേജ്, അതായത് നിങ്ങളുടെ അഡ്രസ്സ് വരുന്ന പേജും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഫോട്ടോ എടുത്ത് മൊബൈലിൽ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇമേജ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പോകാവുന്നതാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് ഫോട്ടോയുടെയും, അതായത് ഫസ്റ്റ് പേജിൻ്റെയും ലാസ്റ്റ് പേജിൻ്റെയും ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് സെയിം ബ്രൈറ്റ്നസ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫോട്ടോ നമ്മൾ സിംഗിൾ പേജായി ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ട് തോന്നും. ഫസ്റ്റ് ഫോട്ടോ കമ്പൈനർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഫോട്ടോ കമ്പൈനർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് അടിക്കുക. അപ്പോൾ നമുക്ക് കാണാം ഫോട്ടോ കമ്പൈനർ വീഡിയോ ഫൺ. അതിനുശേഷം നമുക്ക് JPG to PDF കൺവേർട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അപ്പോൾ JPG to PDF കൺവേർട്ടർ എന്ന് അടിച്ചപ്പോൾ തന്നെ വീനി സോഫ്റ്റ്വെയറിൻ്റെ JPG to PDF കൺവേർട്ടർ വന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസും ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജിൻ്റെയും ലാസ്റ്റ് പേജിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമേജ് കമ്പൈനർ ഓപ്പൺ ചെയ്യാം. ഇമേജ് കമ്പൈനർ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അലൗ അടിക്കുക. പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചതിൽ ഫസ്റ്റ് പേജ്, അതായത് നിങ്ങളുടെ ഫോട്ടോ ഉള്ള പേജ് സെലക്ട് ചെയ്യുക. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് അതിനുശേഷം അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇമേജ് കമ്പൈനറിൽ. അതിനുശേഷം നിങ്ങളുടെ സെക്കൻഡ് പേജ്, അതായത് അഡ്രസ്സുള്ള പേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ടിക്ക് മാർക്കിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ് നമ്മളുടെ ഇവിടെ ഈ ഇമേജ് കമ്പൈനറിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ രണ്ട് ഫോട്ടോസും ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ക്രോപ്പ് ചെയ്യാം. അതായത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഫോട്ടോയിൽ നമ്മൾ ടച്ച് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോട്ടോയുടെ സെക്കൻഡ് പേജാണ് ആദ്യം വന്നതെങ്കിൽ അത് ഫസ്റ്റ് പേജ് ആദ്യം വരുത്താനായിട്ട് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എനിവേ ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഓർഡറിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ഫോട്ടോ ഉള്ള പേജാണ് വരുന്നുണ്ട്. അതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ അഡ്രസ്സുള്ള പേജ് വരേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുക. അതായത് നമ്മളുടെ ഫോട്ടോയ്ക്ക് വെളിയിൽ പോകാതെ ഫോട്ടോയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ക്രോപ്പ് ചെയ്യുക. അപ്പോൾ വൃത്തിയായിട്ടിരിക്കും. മുകളിൽ ഡാർക്ക് ഏരിയ ഉണ്ടെങ്കിൽ ഡാർക്ക് ഏരിയ ഔട്ട് സൈഡിലാക്കി ക്രോപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മുകളിൽ കാണുന്ന ക്രോപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് ഫോട്ടോ ക്രോപ്പ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഉള്ളിൽ വരുന്ന രീതിയിൽ, എന്നാൽ ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയ വെളിയിൽ പോകുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ക്രോപ്പിംഗ് കഴിഞ്ഞു. ഇനി ക്രോപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ഫോട്ടോയും ക്രോപ്പ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സൈസിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കിവിടെ മുകളിൽ കാണുന്ന ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ട് ഫോട്ടോയും സിംഗിൾ പേജായി ഇവിടെ സേവ് ആയിരിക്കുന്നത് കാണാം. എൻ്റെ സെക്കൻഡ് പേജിൻ്റെ ബ്രൈറ്റ്നസ് ശകലം കുറവാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് ഫസ്റ്റ് പേജും സെക്കൻഡ് പേജുമായിട്ട് തോന്നുന്നത്. എങ്കിലും ഇത് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ രണ്ട് പേജിൻ്റെയും ബ്രൈറ്റ്നസ് ഒരുപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഒട്ടും ഡിഫറൻസ് ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും. പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ് സിംഗിൾ ഫയലായി, ഇമേജ് ഫയലായി സേവ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്കോ എങ്ങോട്ടേക്ക് വേണം ഷെയർ ചെയ്യാവുന്നതാണ്, ഇമെയിലിലേക്കോ ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്തതായി JPG to PDF കൺവേർട്ടർ ഓപ്പൺ ചെയ്യുക, അലൗ ചെയ്യുക. ഇവിടെ കാണുന്ന ഫോൾഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമേജ് കമ്പൈനർ എന്ന ഫോൾഡർ ഇവിടെ കാണാവുന്നതാണ്. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചൂസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം സോഴ്സ് ഫയൽ 1 ഇമേജ് ഫയൽ എന്ന് കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഫിറ്റ് പേജ് സൈസ് എന്നുള്ള ഓപ്ഷനിൽ A3 എന്നുള്ളത് സെലക്ട് ചെയ്യുക. A4 അടിച്ച് കഴിഞ്ഞാൽ വളരെ ബിഗ് ആയിട്ട് പേപ്പർ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളുടെ PDF ഫയലിൽ പാസ്പോർട്ട് വരുന്നത്. പേജ് സൈസ് A3 അടിക്കുക. അപ്പോൾ സൈസ് ഓക്കെ ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൈസ് വരുന്നതായിരിക്കും. അതിനുശേഷം കൺവേർട്ട് ടു PDF അടിക്കുക. ഇപ്പോൾ നമ്മളുടെ കൺവേർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ വിത്ത് അഡോബ് അക്രോബാറ്റ് റീഡർ ക്ലിക്ക് ചെയ്യുക. പാസ്പോർട്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ് PDF ഫയലായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മുകളിൽ കാണുന്ന ഈ 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് എ കോപ്പി എന്നുള്ള ഓപ്ഷൻ അടിക്കാവുന്നതാണ്. ഓൺ ദിസ് ഡിവൈസ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മളുടെ PDF ഫയൽ സേവ്ഡ് ഇൻ യുവർ ഡൗൺലോഡ്സ്. അത് പിന്നീട് നമുക്ക് ഡൗൺലോഡ്സ് ഫോൾഡറിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ PDF ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില വെബ്സൈറ്റിൽ നമ്മൾക്ക് ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ സൈസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ 200 KB 500 KB ബിലോ ഉള്ള സൈസിലുള്ള PDF ഫയൽസേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇമേജ് കംപ്രഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ JPG to PDF കൺവേർട്ടറിൽ. നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഇമേജ് കംപ്രഷൻ. ഇവിടെ ഒരു സ്വിച്ച് ബട്ടൺ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ 80% കംപ്രഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് 50% ആക്കാവുന്നതാണ്. ഏതെങ്കിലും നിങ്ങളുടെ ഇമേജ് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുക, അതിൻ്റെ സൈസ് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ കൂടുതലാണെങ്കിൽ ഇവിടെ ഇമേജ് കംപ്രഷൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ്. അങ്ങനെ നമുക്ക് അനുയോജ്യമായ സൈസിലുള്ള PDF ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫയൽസിൽ പോവുക, ഫയൽ മാനേജറിൽ. അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഫോണാണെങ്കിൽ ഫോൺ മെമ്മറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് SD കാർഡാണെങ്കിൽ SD കാർഡ് അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമേജ് ഫയലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇമേജ് കമ്പൈനർ എന്നുള്ള ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ഇമേജ് ഫയൽ. ഇനി അതല്ല, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഷെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ്. മെയിലിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ല, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത PDF ഫയലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ പോകും. ഇവിടെ സോർട്ട് ബൈ ഡേറ്റ്, സോർട്ട് ബൈ ടൈം സെലക്ട് ചെയ്യുക. സോർട്ട് ബൈ ടൈം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് 2 minutes ago നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫയൽ, നമ്മളുടെ PDF ഫയലായിട്ട് സേവ് ചെയ്ത നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. മുകളിൽ ഷെയർ എ കോപ്പി എന്നുള്ള ഓപ്ഷൻ അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇവിടെ വാട്സപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. നമ്മൾ ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ PDF ആയി സേവ് ചെയ്ത ഫയൽ ഏതെല്ലാം ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്ന് കാണിക്കാം. നമുക്ക് 2 ലൊക്കേഷനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഡൗൺലോഡ് എന്ന ഫോൾഡറിലാണ് നേരത്തെ സേവ് ചെയ്തിരുന്നത്. അതല്ലാതെ തന്നെ JPG to PDF കൺവേർട്ടർ എന്ന ആപ്ലിക്കേഷൻ്റെ തന്നെ PDF എന്ന് പറഞ്ഞ വേറൊരു ഫോൾഡറുണ്ട്. അവിടെ നിന്നും നമുക്ക് ഫയൽ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫയൽ ആക്സസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോവുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോൾഡേഴ്സുള്ള ലൊക്കേഷനിലേക്ക് പോവുക. ഡൗൺലോഡ്സിലല്ലാതെ നമ്മളുടെ JPG to PDF കൺവേർട്ടറിൻ്റെ തന്നെ ഒരു ഫോൾഡറുണ്ട്. ഈ കാണുന്ന PDF എന്ന് പറഞ്ഞ ഫോൾഡറാണത്. നിങ്ങളുടെ ഫോണിലും നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ PDF എന്ന് പറഞ്ഞ ഫോൾഡർ വരും. നമ്മളുടെ JPG to PDF കൺവേർട്ടർ ഉപയോഗിച്ച് എന്തെല്ലാം PDF ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ PDF എല്ലാം PDF എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ PDF എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഏറ്റവും മുകളിൽ കിടക്കുന്ന 1633 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഫയലാണ് നമ്മളുടെ പാസ്പോർട്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.